കവലച്ചട്ടമ്പി മുണ്ട് മടിക്കൂത്തെ പേടിക്കില്ല എന്നൊക്കെയാണ് ദീപിക ഇന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നത്. അത് പാരിസ് ഓക്കറാണല്ലോ, പാരിസ് ഓക്കറിന്റെ പത്രമല്ലേ, അവന്റെ വാപ്പായെ പറ്റി അവൻ എഴുതുക. മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. നീ ഏതാ? നീ ജനിച്ച നിന്റെ അപ്പനെ മാറ്റൂ. നീ എനിക്ക് സൗകര്യമില്ല. ചെല്ല് വർത്താനം പറഞ്ഞു. ഇങ്ങനെ കുറേ ഉണ്ടേ ഈ ഇത്തിക്കണ്ണിയായിട്ട് ഗുണമില്ലാത്തവന്മാർ. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. മാന്യമായിട്ട് ഇറങ്ങി വന്നത് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റും. ഉടനെ മറ്റു വർത്താനം പറയാവും. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സഭയായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല, സഭയിലെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും, ഇനിയും പറയും. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ്. ആ എനിക്കെതിരായിട്ട് മഠത്തിലോട്ട് വിളിച്ച് പറഞ്ഞ പിതാവ് പറഞ്ഞ വോട്ട് കിട്ടുമോ? പിതാവ് നാളെ കിട്ടില്ലേ? എന്തിനു വന്നു ഞാനിവിടെ ഉള്ളപ്പോ വേറെ ഒറ്റനോട് തലവെക്കില്ല. അതാരാ പറഞ്ഞത്? നീ അത് ഉള്ളത്തിനും പറയണ്ട. ഞാനും ഷോൺ ജോർജ് കേരള നിയമസഭയിൽ കാണും. നീ അത് അന്നേരം കാണാൻ ഞാൻ കാണിച്ചു തരാം. 100% ഗ്യാരണ്ടി. തീർച്ചയായും നിങ്ങളെല്ലാം വന്ന് 4-ാം തീയതി പിന്നെ വേറെ കുഴപ്പമില്ല. 4-ാം തീയതി ആകുമ്പോഴത്തേനും സ്വീകരണം വെള്ളമൊക്കെ പോടി. അങ്ങനെ പ്രശ്നമുണ്ട്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ലഡു എന്തൊരു പോണേ ലഡുവാണ്. 4-1 തരം കേക്ക് പിന്നെ സമോസ ആൾക്ക് കൈകാര്യം ചെയ്യാൻ ചെയ്യും. പാലായിലെ അഭിനന്ദ പള്ളിക്കാപ്പറമ്പ് പിതാവ് എത്രയോ വർഷം പിതാവായിരുന്നു. ആ വലിയ മനുഷ്യൻ്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് വരികയാണ്. ആ അനുഗ്രഹ നിമിത്തം ഈ ചാനലുകാർക്ക് എല്ലാവർക്കും ഞാൻ പങ്കുവച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി.